ദേവിയെ ആരാധിച്ച് 9 രാത്രി വ്രതമനുഷ്ഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ മനസ്സിനെ നവീകരിക്കണം. അതാണ് നവീകരിച്ച് നവനവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിന്മന്ദഹാസമാം ചന്ദ്രികയാലൊരു എന്മന കണ്ണുകൾ തുറക്കട്ടെ, മനസ്സിലുണരൂ ഉഷസന്ധ്യയായി. മനക്കണ്ണ് തുറക്കണം. നവനവ ചിന്തകൾ ഉണ്ടാവണം, പുതിയ ചിന്തകൾ ഉണ്ടാവണം. ഈശാവാസ്യ ഉപനിഷത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വരിയിലാണ് അറിവിനെ കുറിച്ചിട്ട് ആദ്യം പരാമർശിക്കുന്നത്. അതിനുശേഷമാണ് ലളിതാ സഹസ്രനാമവും, അതിനുശേഷമാണ് ദേവി മഹാത്മ്യം ഒക്കെ വരുന്നത്. അറിവിനെ കുറിച്ച് ആദ്യം പറയുന്ന ഉപനിഷത്ത് എന്താ? ഈശാവാസ്യ ഉപനിഷത്തിലെ അവസാനത്തെ വരി വിദ്യാമൃതമശ്നുതേ. എന്താണ് അതിന്റെ അർത്ഥം? വിദ്യ. എന്താ വിദ്യ? വെളിച്ചമെന്നാണ്. വിദ്യുത് ശക്തി, വെളിച്ചം തരുന്ന ശക്തിയാ. ഇടിമിന്നലിനാണ് ആദ്യം വിദ്യ എന്ന് പേര് വന്നത്. ഇടിമിന്നലിന്റെ വെളിച്ചമില്ലേ? ഇടിമിന്നലിന്റെ പര്യായം അപരകോശത്തിൽ പറയുന്നു വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി. വിദ്യുത്ത്, തടിത്ത്, സൗമിനി, സൗദാമിനി, ഇതല്ല ഇടിമിന്നല. നമ്മുടെ നാട്ടിലായിരുന്നു സൗമിനിയും സൗദാമിനിയും ഉണ്ടോ? ഒരാൾക്കും അറിയില്ല എന്ത് ഞാൻ ഇടിമിന്നലാണെന്നുള്ള വാക്കിന്റെ അർത്ഥമാണെന്ന് അറിയില്ല. ഈ വിദ്യുത്ത് പ്രകാശമാണ്, മിന്നൽ പോലുള്ള പ്രകാശം. ആ പ്രകാശം, ഇടിമിന്നലിന്റെ പ്രകാശത്തിന്റെ പ്രത്യേകത അത് വെറും വെളിച്ചം മാത്രമല്ല, ഊർജം തരുന്നു. ആ വിദ്യുത് ശക്തി ഉള്ളത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് മെല്ലെ പറയുമ്പോ ഈ ശബ്ദം ഒച്ചത്തിൽ നിങ്ങൾ കേൾക്കുന്നത്. ഈ മൈക്രോഫോൺ എന്റെ ശബ്ദ തരംഗങ്ങളെ പിടിച്ചെടുത്തിട്ട് അത് വൈദ്യുത കാന്തിക തരംഗങ്ങളാക്കിയിട്ട് അത് നേരെ ആംപ്ലിഫയറിൽ കൊണ്ടുപോയിട്ട് അതിനെ ബൂസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിച്ചിട്ട് ബോക്സിലേക്ക് തള്ളി വിടുന്നത് കൊണ്ടാണ് ഞാൻ മെല്ലെ പറയുമ്പോൾ നിങ്ങൾ ഉച്ചത്തിൽ കേൾക്കുന്നത്.